ഞാൻ ബാഗിൽ നിന്ന് എക്സാം പേപ്പർ എടുത്ത് നോക്കിയപ്പോഴാണ് കേസ് 100 വട്ടപൂജ്യം. ഞാനൊന്നും നോക്കിയില്ല കേസ്, ആരും അറിയാണ്ടിരിക്കാൻ ഞാൻ മൊത്തത്തിൽ അതൊന്ന് കീറി എന്നിട്ട് നമ്മളെ വേസ്റ്റ് ബക്കറ്റിൽ ഇട്ടിട്ടുണ്ട് കേസ്. ഓക്കെ എടാ അമ്മ പിടിച്ചെന്നാണ് കേസ് എനിക്ക് തോന്നുന്നത്. ദേ കേസ് അമ്മ ചോദിക്കുകയാണ് നിന്റെ എക്സാമിന്റെ റിസൾട്ട് എവിടെയെന്ന്. നമുക്ക് എന്തായാലും ഒരു കാര്യം ചെയ്യാം കേസ്, അടുത്ത വീക്ക് കിട്ടുള്ളൂ നമുക്ക് പറയാം. ഓ മൈ ഗോഡ് കേസ്, അത് അമ്മ വിശ്വസിച്ചടാ. എന്റെ മോനെ ഞാൻ പരീക്ഷ കഴിഞ്ഞ് വീട്ടിലോട്ട് പോണ സമയത്താണ് കേസ് ഇവന്മാര് രണ്ടുപേരും എന്നോട് വന്ന് ചോദിക്കുന്നത് എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു ഉറപ്പായിട്ട് ഞാൻ ഫെയിൽ ആവുന്നു. അപ്പൊ അവന്മാര് പറയാണ് കേസ് അവർക്ക് ഒരു $100 കൊടുക്കുകയാണെങ്കിൽ അവർ അടുത്ത പരീക്ഷയിൽ ഹെൽപ്പ് ചെയ്യാമെന്ന്. ഞാൻ പറഞ്ഞു ഒരു $50 തരാം. ഓക്കെ അവന്മാരെന്തായാലും ഡീലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ബട്ട് നമുക്ക് ക്യാഷ് എവിടെ നിന്ന് ഒപ്പിക്കും കേസ്. നമുക്ക് എന്തായാലും ഒരു കാര്യം ചെയ്യാം, നമ്മുടെ അമ്മനോട് ചോദിച്ചു നോക്കാം. അമ്മനോട് ഞാൻ എന്തായാലും ചോദിച്ചിട്ടുണ്ട് കേസ്. കേസ് അതിന് മുമ്പ് നിങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കാം കേസ്. പിന്നെ വീഡിയോക്ക് ഒന്ന് ലൈക്ക് അടിച്ചേക്കാം. സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിലും ആ ഒരു ലൈക്ക് എങ്കിലും അവിടെ നിന്ന് അടിച്ചേക്ക് കേസ്. ഓക്കെ അമ്മ എന്താണ് പറഞ്ഞത് നമുക്കൊന്ന് നോക്കി നോക്കാം. ദേ അമ്മ ചോദിക്കുകയാണ് നിനക്ക് എന്തിനാണ് ക്യാഷ് എന്ന്. ഞാനൊന്നും നോക്കിയില്ല കേസ്, സ്കൂളിൽ ഒരു പ്രൊജക്ട് ചെയ്യാനാണെന്ന് പറഞ്ഞു. അപ്പൊ തന്നെ അമ്മ പോക്കറ്റിൽ നിന്ന് ക്യാഷ് എടുത്ത് നമുക്ക് തന്നു കേസ്. അവന്മാർക്ക് കൊടുത്തിട്ട് അടുത്ത പരീക്ഷ നമ്മൾ പാസ്സാവണം.